അടൂർ ലൈഫ് ലൈൻ ആശുപത്രിക്ക് NABH അക്രഡിറ്റേഷൻ പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ഗുണമേന്മയാർന്ന ആരോഗ്യ പരിചരണത്തിലും രോഗി സുരക്ഷയിലും മികവ് കണക്കിലെടുത്ത് അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് NABH 6ാം അക്രഡിറ്റേഷൻ ലഭിച്ചതിൻ്റെ പ്രഖ്യാപനം ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഹോസ്പിറ്റൽ അങ്കണത്തിൽ നിർവഹിച്ചു. മികച്ച ചികിത്സ നൽകുന്ന കാര്യത്തിലും കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യത്തിലും എല്ലാം ഈ ആശുപത്രി ഇന്ന് വളരെയേറെ മുന്നിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഇത് മാറിയിട്ടുണ്ട്. ഇപ്പൊ ക്വാളിറ്റി അസസ് ചെയ്തുകൊണ്ട് ആശുപത്രിയുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്ന സ്ഥാപനം എന്ന നിലയിലാണ് NABHന്റെ അംഗീകാരം 6th എഡിഷൻ അംഗീകാരം ഈ ഹോസ്പിറ്റലിൽ ലഭിച്ചിട്ടുള്ളത്. ഭാവിയിലും നമ്മുടെ നാടിന്റെയും ജനങ്ങളുടെയും സേവനത്തിന് ഈ ആശുപത്രി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ആശംസകൾ. ആശുപത്രികൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറണമെന്നും അതിനുള്ള സംവിധാനവും സാഹചര്യങ്ങളും ഉണ്ടാവുകയെന്നത് പരമപ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അടൂരിലെ പള്ളിക്കൽ പോലെയുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഏറ്റവും ആധുനികവും അന്തർദേശീയവുമായ നിലവാരത്തിലുള്ള ലൈഫ് ലൈൻ ആശുപത്രി ആരോഗ്യരംഗത്ത് അനുഗ്രഹമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആശുപത്രിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ S. പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. രോഗി കേന്ദ്രീകൃതമായ ആരോഗ്യ പരിചരണം, രോഗി സുരക്ഷ, ധാർമ്മികമായ ചികിത്സാ രീതികൾ, അന്തർദേശീയ നിലവാരത്തിലുള്ള ഗുണനിലവാര മാനദണ്ഡങ്ങൾ, നിരന്തര ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ, ജീവനക്കാരുടെ പരിശീലനം, അണുബാധ നിയന്ത്രണം, സുരക്ഷിതമായ ക്ലിനിക്കൽ സംവിധാനങ്ങൾ, മികച്ച ഭരണനിർവഹണം എന്നിവയിൽ ആശുപത്രി കൈവരിച്ച മികവിനുള്ള ദേശീയ അംഗീകാരമാണ് NABH അക്രഡിറ്റേഷൻ. റാന്നി MLA അഡ്വക്കേറ്റ് പടകുളം മധു, അടൂർ MLA അഡ്വക്കേറ്റ് CV ശാന്തകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയി, അടൂർ നഗരസഭാ ചെയർപേഴ്സൺ റീന സാമുവൽ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L. അനിതകുമാരി, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിലാൽ, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CR ദിനരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായ ഉണ്ണികൃഷ്ണൻ, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം AP സന്തോഷ്, IMA അടൂർ പ്രസിഡന്റ് ഡോക്ടർ തോമസ് മുതലാളി, മെഡിക്കൽ ഡയറക്ടർ മാത്യൂസ് ജോൺ, ഡയറക്ടർ ഡോക്ടർ സിറിയക് പാപ്പച്ചൻ, നഴ്സിംഗ് സർവീസസ് ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഡയറക്ടർ വിജയലക്ഷ്മി അച്യുതൻ നായർ, ഡയറക്ടർ ഡോക്ടർ മാത്യു പാപ്പച്ചൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ ജനകീയ ബോധവൽക്കരണ പ്രചാരണമായ തൂഫാൻ കാമ്പയിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ തയ്യാറാക്കിയ പ്രത്യേക പ്രമേയം ലൈഫ് ലൈൻ CEO ഡോക്ടർ ജോർജ് ചാക്കച്ചേരി വേദിയിൽ അവതരിപ്പിച്ചു. ലഹരിക്കടിമകളായിട്ടുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിനായുള്ള ചികിത്സയും മറ്റും നടത്തുന്നതിന് തൂഫാൻ കെയർ പദ്ധതിയിൽ ലൈഫ് ലൈൻ ആശുപത്രിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും കാർഡിയോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ സാജൻ അഹമ്മദ് പ്രഭാഷണം നടത്തി. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, അടൂർ.